ഇവിടെ ഒരു സുഹൈലാണ് ഒരു ജോലിക്കും പോകാതെ വെള്ളയിട്ട് ഇറങ്ങുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇവരെയൊക്കെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടല്ലോ, എങ്ങനെയാണ് ഇവർക്ക് കതറ് മേടിക്കുന്നതിന് പൈസ എന്ന് വരെ ചിന്തിച്ചു. നമസ്കാരം, നിങ്ങളല്ല കേട്ടോ, ഇദ്ദേഹത്തിനെ പറ്റിയല്ല പറഞ്ഞത്. ഇതാണ് സുഭാഷ് കല്ലട, RYFിൻ്റെ ജില്ലാ സെക്രട്ടറി അല്ലേ? അതെ അതെ, സെക്രട്ടറിയാണ്. RSPയുടെ ഒക്കെ വലിയ നേതാവാണ്. അപ്പം ചെറിയ നേതാവ് അങ്ങനൊന്നുമല്ല, കൊല്ലം ജില്ലയിലെ സജീവ സാന്നിധ്യമായ ഒരു ഉന്നത്തൂരുകാരനാണ്. വെള്ളയിട്ട് ഇറങ്ങുന്ന രാഷ്ട്രീയക്കാരിൽ നിന്ന് ഒരു വ്യത്യസ്തനാണ് ഇദ്ദേഹം. എന്താണ് വ്യത്യസ്തത എന്താ? ഈ കതർ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് ചെലവ് അങ്ങനെ കണ്ടെത്തുന്നു. അതൊക്കെ നമ്മള് ജോലി അപ്പം ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇദ്ദേഹം ജോലി ചെയ്ത് അത്യാവശ്യം നല്ല രാഷ്ട്രീയക്കാർക്കൊരു മാതൃകാ പുരുഷോത്തമനാണ്. അപ്പൊ ഇദ്ദേഹം ജോലി ചെയ്ത് ആണ്. സാറിന് രാഷ്ട്രീയക്കാരും ജോലിക്ക് പോകുന്നില്ല എന്നൊരു ടോക്ക് ഉണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആൾക്കാർ ചിലർ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാ പൈസയൊക്കെ പാർട്ടിയിൽ നിന്ന് തരുമോ, പാർട്ടിയിൽ നിന്ന് കിട്ടുമോ എന്നൊക്കെ എങ്ങനെ ചോദിക്കും. ഒത്തിരി പേര് ചോദിച്ചിട്ടില്ലേ? ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഈ രാഷ്ട്രീയക്കാർക്ക് എവിടുന്നാണ് ഇത്ര പൈസ? ഇങ്ങനെ വെള്ളയും നല്ല വിലയാണല്ലേ? കവറിനൊക്കെ നല്ല വിലയല്ലേ? കവറിനൊക്കെ നല്ല വിലയാണ്. ഇത് ഏറ്റവും കുറഞ്ഞ കവറാണല്ലേ? പിന്നെ ഞങ്ങളത് നമ്മൾ തന്നെ, എന്നാലും ഒരു മീഡിയം പൈസ കാണുമല്ലോ. അതിന് ചെലവിന് പൈസ എവിടുന്നാണ്? വീടൊക്കെ വെച്ചില്ലേ? അതെ, വലിയ സെറ്റപ്പിലാണ് രാഷ്ട്രീയക്കാരൻ. വലിയ വീടൊക്കെ വെച്ചിട്ട് വലിയ വീടാണ്. രാഷ്ട്രീയക്കാരുടെ സോഴ്സ് എവിടെയാണ് ഞങ്ങൾക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതെ അതെ, ഞാൻ വരണത്തോട്ട് അവിടെ ഒരു 5 മിനിറ്റ് പോരാ. ഓക്കെ, വരുവാനില്ല ആരും ഈ വിജനമാ വീഴിയിൽ നാശിച്ചു പോയി. സുഖല്ലേ? നമസ്കാരം. മൊത്തത്തിലൊരു അടിമുടി ചേഞ്ച് ആണല്ലേ? എന്തോ ഇങ്ങനൊരു മാറ്റം? ഇതല്ലേ നമ്മുടെ യഥാർത്ഥ വേഷം, പണിയായതോ? പിന്നെ എന്തോ പണി മേശിരിപ്പണി, ഡിസൈൻ വർക്ക്, എല്ലാ പണിയുണ്ട്. എല്ലാ പണിക്കും പോകും. അതാണ് ഈ രാഷ്ട്രീയക്കാരൻ്റെ പിന്നിലെ രഹസ്യം. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ ആവണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോവാ. അപ്പൊ പണിയൊന്നും ഉണ്ടല്ലോ? പണി ഒരുവിധം തീരാറായി. ഈ പണിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. സാധാരണ ഒരു ചെറിയ പണിയല്ല ഇത്, നമ്മുടെ പണിയല്ലേ? എത്രയായി? ഇതൊരിപ്പോൾ ഒരു 10-13 ദിവസമായി. 13 ദിവസമല്ലേ? 13 ദിവസം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇന്ന് വന്നപ്പോൾ 12 മണിയായി. ഇന്നലെയും പിന്നെ പങ്കെടുക്കാൻ പറ്റില്ല. ഇന്നലെ ഇടവും 12ൻ്റെ പരിപാടിയൊക്കെ ആയിട്ട്, പാർട്ടി പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ചവറയിലായിരുന്നു. ഈ ഓരോ ചെറിയ സംഭവങ്ങൾ പോലും റിസ്ക് അല്ലേ? ഇങ്ങനെ സാധനം ഭയങ്കര റിസ്ക് അല്ലേ? നമ്മള് ഭയങ്കര ഏകാഗ്രത വേണം ചെയ്യുന്നതിന്. സംഭവം അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി ഇതിനകത്ത് എന്തൊക്കെ പണിയുള്ളൂ? ബാക്കി ഇനി കുറച്ച് പരിപാടിയുള്ളൂ. ഇതിൻ്റെ സൈഡ് ബോർഡറൊക്കെ ഇട്ട് ഇതൊരു ഫ്രെയിമിനകത്താക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരുവിധപ്പെട്ട പണിയെല്ലാം ഫിനിഷായി. എത്ര നാളുകൊണ്ട് ഈ രാഷ്ട്രീയത്തിക്കുന്നുണ്ട്? 16. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ 14 വയസ്സ് തൊട്ടേ രാഷ്ട്രീയത്തിൽ രംഗത്തുണ്ട്. 4 വയസ്സോട്ട് പൊതുരംഗത്തുണ്ട്. പിന്നെ അല്ല, എന്താ പറയാ, ഒരാൾ സാറ് നിൽക്കുമ്പോഴേ ഒന്നെങ്കിൽ MLA ആവണം, ഇല്ലെങ്കിൽ മന്ത്രി ആവണം, ഇല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവണം. അങ്ങനെ ഒരു സംഭവത്തിന് ശ്രമിച്ചിട്ടില്ലായിരുന്നു. അല്ല, സത്യത്തിലേ ഈ എല്ലാ വട്ടവും ഈ കുന്നത്തൂർ ഇലക്ഷൻ നടക്കുമ്പോൾ എല്ലാ പത്രങ്ങളിലും ഒരു പേര് നിങ്ങളെ വരും ഇല്ലേ? 2 വട്ടം പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സംഭവങ്ങൾ, ഇപ്പൊ ഇദ്ദേഹം ചാരിറ്റി മേഖലയിലായാലും ഒരുപാട് പേരെ സഹായിക്കാൻ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. നമ്മുടെ ന്യൂസിന്റെ ഇത് തന്നെ വെച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾ എത്രത്തോളം സാധാരണക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി ചെല്ലുന്നു, അവർക്ക് സഹായം ഉണ്ടാവുന്നു. നമ്മളെപ്പോഴും ഈ സാധാരണക്കാർക്കൊപ്പമാണ്. അതാണല്ലോ ഏറ്റവും കൂടുതൽ സഹായം. ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടില്ലേ? ഒരുപാട് കുറെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന കുറച്ച് പൈസ അങ്ങനെ അങ്ങനെയൊക്കെ മാറ്റി വെച്ചേക്കുക. ഇപ്പൊ ഈ ജോലി ചെയ്യുന്നവന്റെ ഒരു 60% അതൊരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മാറ്റി വെക്കുക. നമ്മളൊരുമിച്ച് ചെയ്തായിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സംഭവങ്ങൾ ചെയ്തിരുന്നു. ഒരു കടയിട്ട് കൊടുത്തു, വീൽചെയർ കൊടുത്തു, ഒത്തിരി സാധനങ്ങൾ. ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു അതിനകത്തൊരു 10% വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലാം ഒന്നും പബ്ലിസിറ്റി ചെയ്യുന്നതിനോട് അദ്ദേഹം തന്നെ ഇങ്ങനെ സമൂഹത്തിലോട്ട് ഇങ്ങനെ ഞാൻ ഇന്നതാണ് എന്ന് കാണിക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഇതിനെല്ലാം ടൈം എങ്ങനെ കണ്ടെത്തുന്നു? ടൈം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടൻ്റെ കൂടെ വർക്കിന് വരുന്നത്. ചേട്ടനെ അറിയാം, പൊതുപ്രവർത്തനമാണെന്ന് അറിയാം. അപ്പോൾ അതനുസരിച്ച് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട്. അല്ല, ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേ ഏകദേശം ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ ഒരു 10-20 പേര്, അമ്മമാർ, കുറേ ആൾക്കാർ ഇങ്ങനെ കാണാൻ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പേരുണ്ടാവും. അപ്പം അവരുടെ കാര്യത്തിനെല്ലാം നിൽക്കുന്നു അല്ലേ? പിന്നെ നിൽക്കും, അവർക്ക് വേണ്ടി നിൽക്കും. അവർക്ക് വേണ്ടിയാ ഫസ്റ്റ് പ്രയോറിറ്റി, അവർക്ക് വേണ്ടിയാ. പൊതുരംഗമാണ്. അതിനുശേഷം ജോലിക്ക്. പിന്നെ ഈ
ഒരു എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ, അതെ അതിൻ്റെതായിട്ടുള്ള കേഡർ സിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് പണിക്ക് ഈ വർക്കിനൊക്കെ എങ്ങനെ പോകും? അത് പിന്നെ പാർട്ടി നേതാക്കന്മാർക്ക് അറിയാം, നമ്മുടെ തൊഴിൽ ഇതാണ്. നമ്മളിതിന് പോയി അരി മേടിക്കാൻ പറ്റത്തില്ല. വേറൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങളുടെ സിനിമാകാരനും കൂടിയാ. ഒരു സിനിമ എത്ര സിനിമ, ഒരുപാട് സിനിമ ഇല്ല, രണ്ട് സിനിമ, ചെറിയ രണ്ട് സിനിമ. കൽക്കി ഇല്ലേ, കൽക്കി, പിന്നെ ഇതിനകത്ത് എന്തോ മലൈക്കോട്ട്, അതിനകത്ത് പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ചെറിയ ആളല്ല, പക്ഷെ പണിക്കകത്തൊരു കോംപ്രമൈസും ഇല്ല. എന്തായാലും നമ്മുടെ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഇതുപോലെയുള്ള രാഷ്ട്രീയക്കാർ, സാമൂഹ്യ പ്രവർത്തകർ, പണിക്കാർ, സാധാരണക്കാരായ പണിക്കാർ, ഇവരൊക്കെ നമുക്ക് എല്ലാവർക്കും മാതൃകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ജയിച്ചു വന്നാൽ ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു ഉപകാരം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഒരുപാട് പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ഒരുപാട് ചാനലിൽ വന്നു, ഇപ്പോൾ അല്ലേ അത് വന്നു, മനോരമയും മാതൃഭൂമി ന്യൂസ് ചാനലിലൊക്കെ വന്നു. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, മാതൃഭൂമിയുടെ, അങ്ങനെ വൈറലായി. ആരും സത്യം പറഞ്ഞാൽ എനിക്ക് കൊണ്ടോട്ട് അറിയാം ഇങ്ങോട്ട് ജോലി ഇതാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അത് കുഴപ്പമില്ല. ഓക്കെ.